ഈ കോളേജ് ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? കോളേജൊക്കെ ഭയങ്കര രസകരമായിട്ടായിരുന്നു. പിന്നെ കോളേജിലൊക്കെ പോയിരുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വീടും ഈ കോളേജ് തമ്മിൽ 50 കിലോമീറ്റർ ദൂരമുണ്ട്. 50 കിലോമീറ്റർ ദൂരമുണ്ട് കോളേജും തമ്മിൽ. ഡെയിലി 50 കിലോമീറ്റർ. ഡെയിലി ഹോസ്റ്റലിൽ നിൽക്കാനുള്ള വരുമാനം ഇല്ല നമ്മുടെ കയ്യിൽ. കാരണം ഒരു ദിവസം ഹോസ്റ്റലിൽ കയറി അങ്ങനെ പോലും ഒത്തിരി പൈസ. അപ്പം അതുകൊണ്ട് എനിക്ക് ഡെയിലി പോയിട്ട് വന്നെങ്കിൽ ഒരു 35 രൂപ അടുത്ത് മുടക്കാവോ. അല്ല മാത്രം സമയം. അതെ, കാരണം എനിക്കൊരു 1.25 മണിക്കൂർ മതി കോളേജ് ടു 50 കിലോമീറ്റർ പോകാനായിട്ട്. 1.5 മണിക്കൂർ മതി. അപ്പോൾ രാവിലെ ഞാനൊരു 5:30 ആകുമ്പോഴത്തേക്കും, രാവിലെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് 5:00 ആകുമ്പോൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ്, രാവിലെ അമ്മയ്ക്കൊന്നും ഫുഡൊന്നും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ രാവിലെ എഴുന്നേറ്റ് ക്ലാസ്സിൽ പോരും. പോണ സമയത്ത് തിങ്കൾ ടു വെള്ളി വരെ ദിവസങ്ങളിൽ 2 ദിവസം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും. കോളേജിൽ രാവിലെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറാതെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ആ കിട്ടുന്ന പൈസയും കൊണ്ടാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ എടുക്കും. അപ്പം അച്ഛൻ്റെ കയ്യിലാണ് നമുക്ക് അന്നത്ര വലിയ സാമ്പത്തികമായിട്ടൊന്നും ഇല്ല. അപ്പോൾ കോളേജിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തുകൊണ്ട് ഈ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾക്ക് പോകും. കോളേജിൽ 2 ദിവസം പോയിട്ട് വന്നിട്ട് ആ പൈസ കൊണ്ട് പോയിട്ട് വരും. അപ്പോൾ ഉച്ചയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല കയ്യിൽ. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കണ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ രാവിലെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ 10 രൂപ ഉണ്ട് കോളേജിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട്. പ്രാക്ടീസ് ചെയ്യണ എല്ലാവർക്കും 10 രൂപ ഉണ്ട്. അപ്പം വണ്ടിക്കാശ് വൈകുന്നേരം പോകുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൈ കുടിച്ച് മേടിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട്. ആരെങ്കിലുമൊക്കെ അവിടെ മേടിക്കും ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഉച്ചയ്ക്ക് ഈ രാവിലത്തെ ഫുഡ് കഴിക്കൂല. രാവിലെ നേരെ വന്നിട്ട് കോളേജിലൊരു ഫ്രീസർ ഉണ്ട്, തണുത്ത ഫ്രീസർ. അതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഈ പ്രാക്ടീസ് കളിച്ചിട്ട് വന്നേക്കില്ലല്ലോ, അപ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. എന്നാൽ കഴിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഏറ്റവും ബാക്കിൽ വന്നിരുന്ന് ഉറങ്ങും. ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് കഴിക്കാൻ നോക്കും. ചില ദിവസം കഴിക്കാൻ പറ്റില്ല, പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരന്മാരുണ്ട്. 2-3 ദിവസം 3 ദിവസമൊക്കെ ഇമാർ വട കഴിക്കാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. എന്നും കഴിക്കുമ്പോൾ ഇമാർ തന്നെയാണെന്ന് ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ മിണ്ടരുത് പയ്യെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ കാണാതെ എഴുന്നേറ്റ് പോകും. അപ്പം ഞാൻ പിന്നെ അറിയണത് 2ാമത് ബെല്ലടിച്ച് കഴിയുമ്പോഴാണ് ഞാൻ അറിയണത്. ഞാൻ ഈ ക്ഷീണം കൊണ്ട് ക്ലാസ്സിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോവും. അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കിട്ടുന്ന പൈസ കൊണ്ടൊക്കെയാണ് കോളേജിൽ പോയിട്ട് വന്നത്. പക്ഷേ എൻ്റെ ഈ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരി അനു എന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് ചോറ് കൊണ്ടുവരും. അവൾ കൊണ്ടുവന്ന ചോറിൽ നിന്ന് കുറച്ചും കൂടി വീതം എനിക്കും കൂടി കൂട്ടിയിട്ട് കൊണ്ടുവരും. അപ്പം ഞാൻ എപ്പോഴും ഓർക്കേണ്ട ചോറും പയറൊക്കെ ആയിട്ട് കുറച്ച് ചോറൊക്കെ ആയിട്ട് കഴിച്ചു. മിക്സഡ് കോളേജ് ആയിരുന്നു? ആ, മിക്സഡ് കോളേജാണ്. ഞാൻ എക്കണോമിക്സ് ആയിരുന്നു പഠിച്ചത്. എക്കണോമിക്സ്. അപ്പോൾ അവിടെ ഈ കലാലയ പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചോറ് വരുന്ന കുട്ടിയായിരുന്നോ അതോ? അല്ല വേറെ പെങ്കൊച്ചായിരുന്നു. അത് നടന്നൊന്നുമില്ല, കല്യാണം നടന്നൊന്നുമില്ല. ഇല്ല. അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ എവിടെ ഉണ്ട്? പെരുമ്പാവൂർ സ്ഥലത്താണ്. കറക്റ്റ് സ്പോട്ട് എനിക്കറിയില്ല. പെരുമ്പാവൂരുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ചാറ്റ് ചെയ്യാറൊക്കെ. കാണാറുണ്ടോ? കണ്ടിട്ട് ഒത്തിരി ആളായി. എന്നാലും ആ ഓർമ്മകൾ തീർച്ചയായും. കാരണം നമ്മൾ വിശപ്പ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ശകലം ഭക്ഷണം നമുക്ക് തരുമ്പം നമ്മൾ ആ ആളുടെ മനസ്സ് എപ്പോഴും ഓർക്കും. ഞാൻ സാധാ ചോറിൻ്റെ സമയത്തായി പോലും ഇപ്പം എനിക്ക് കഴിക്കാറായതാണ്. ദൈവമേ, അന്ന് എനിക്ക് ഞാൻ വിശന്ന സമയത്ത് എനിക്ക് ഭക്ഷണം തന്നൂലോ എന്നൊരു എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായും കഴിക്കും. ഞാൻ കഴിക്കില്ല എന്നല്ല, കഴിക്കും. അപ്പോൾ അത് ഭാര്യയ്ക്ക് പ്രശ്നമൊന്നുമില്ല? പ്രശ്നമുണ്ട്. കുട്ടികളുണ്ടോ? 2 പേരുണ്ട്. നിങ്ങൾ ആരൊക്കെയാണ്? കുടുംബം പറഞ്ഞില്ലല്ലോ. എൻ്റെ വീട്ടിൽ ഇപ്പം അച്ഛൻ, അമ്മ, അനിയൻ, വൈഫ്, എൻ്റെ അനിയൻ്റെ വൈഫ്. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഈ പ്രോഗ്രാം ചെയ്ത് തന്നിട്ട് ഒരു വീട് വെച്ചു. സ്ഥലങ്ങളൊക്കെ പോയിട്ട് തന്നെ അടിമാലി. എൻ്റെ വീട് തറവാടിൻ്റെ അടുത്ത് ഒരു 1 കിലോമീറ്റർ അടുത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു വീട് വെച്ചു. അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ 1 കിലോമീറ്റർ അടുത്തുള്ളൂ വീട് വെച്ചു. അതല്ല ഈ പ്രോഗ്രാമിന് പോയിട്ട് പോയിട്ട് തന്നെ പൈസ കൊണ്ടാണ് അത് വെച്ചത്. അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എന്ന് പറയും. ഇപ്പൊ കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ട് അതിനകത്ത്. പിന്നെ അപ്പൊ ഇപ്പൊ എന്റെ വീട്ടില് ഞാനും വൈഫും എന്റെ 2 മക്കളും. 2 മക്കളുണ്ട്. ഇപ്പൊ 6 വയസ്സായി. അവന് 1.25 വയസ്സിൽ ലാലേട്ടന്റെ പുലിമുരയിൽ ഇറങ്ങിയ സമയത്ത് അന്നെ യൂട്യൂബിൽ നിന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ട് പുള്ളി എപ്പോഴും നടക്കുമ്പോ ലാലേട്ടനായിട്ട് നടന്നത്. അങ്ങനെ ഞാൻ ഒരു ദിവസം സ്റ്റേജിൽ ഞാൻ സ്റ്റേജിൽ പോയിട്ട് ഞാൻ ചാനലിൽ ചെയ്തപ്പോൾ അവനെ കൂടി പെർഫോം ചെയ്തു. പുലിമുരുകനായിട്ട് ചെയ്തു. ഒത്തിരി വൈറലൊക്കെ ഒത്തിരി ആളുകൾ കണ്ട പരിപാടിയാണ്. പിന്നെ ഇപ്പൊ ഇളയവനുണ്ട്. ഇളയവൻ അത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പുലിയാണ് 2 പേരും. മൂത്തം പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പം. നമുക്ക് ആ സാഹചര്യം ഉണ്ടായില്ല. അപ്പം എൻ്റെ മക്കൾക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പാട്ടായാലും ശരി, സ്പോർട്സ് ആയാലും ശരി, കലാപരമായിട്ടും സ്പോർട്സ് പരമായിട്ടും എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ നമ്മൾ വിടണം. നമ്മൾ നിർബന്ധിതനായിട്ട് നീ ഡോക്ടറായേ പറ്റൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആകാൻ പോണില്ല. ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് പാട്ട് പഠിക്കണം, വിടൂ. അങ്ങനെയാണ് ബോബൻ എന്ന് പറഞ്ഞൊരു മാഷ് അവിടെ നന്നായിട്ട് പഠിപ്പിക്കണം അടിമാലിലുള്ള. അപ്പോൾ സാറിൻ്റെ അടുത്തുകൊണ്ട് വിട്ടു. പുള്ളി പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പം. വരും. അപ്പം നിങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു. കല്യാണം കഴിഞ്ഞ സഹോദരനും ഞങ്ങൾ ചെറിയ വീട്. അപ്പം താമസിക്കാനും റൂമുകൾ കുറവായിരുന്നു. അപ്പം ഇപ്പൊ സഹോദരൻ എവിടെയാണ്? അവൻ അടിമാലി തന്നെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത്. താമസിക്കുന്നത്. പ്രോഗ്രാമിന് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിന് പോകാറുണ്ട്. അത് ശരി. എന്താണ് പേര്?
രാഹുൽ എന്നാണ് അവന്റെ പേര്. രാഹുൽ. ഓക്കെ ഓക്കെ. എന്താണ് മിമിക്രി? അല്ലല്ല, പാട്ട് മാത്രം. പാട്ട് മാത്രം. പെർഫോമറാണ് സ്റ്റേജിൽ. ഓ അത് ശരി. അപ്പൊ ഗാനമേളക്കാരനാണ്. അതെ. വേറെ പ്രത്യേകത ഉണ്ട്, എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ആള്. ആണോ? സെയിം ഷേപ്പ് തന്നെ. എന്നാൽ ഡെഫിനറ്റ് ആയിട്ട് നാളെ രാത്രി 8 മണിക്ക് നമ്മുടെ പ്രേക്ഷകർ കാണണം. ട്വിൻസ് ആണോ? ടിൻസ് അല്ല, അവന് ഞാനൊരു 3 വയസ്സ് വ്യത്യാസം, 3.5 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷേ ഒരുപോലെ ടിൻസ് വന്നാൽ മാറി നിൽക്കും. അതുപോലെ സാമ്യ.